ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, നെരുക്കത്തിനാൽ ഇരുഭിത്തിയാണതിനുള്ളത്. എല്ലാ ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് കാക്കേണമേ തമ്പുരാനെ എന്ന്. ഖബറിൻ്റെ ഭീകരത ഭയാനകമാണ്. കം ഹസറാത്തിൻ ഫി ബുത്തൂനിൽ മക്കാബിർ. ഒരു കവിത ശകലത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കം ഹസറാത്തിൻ ഫി ബുത്തൂനിൽ മക്കാബിർ. ഖബറിൻ്റെ ആമാശയങ്ങളിൽ എത്രയെത്ര മോഹങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇടം മനുഷ്യൻ്റെ മസ്തിഷ്കമല്ല, അവൻ്റെ വീടുമല്ല, ഖബറിടങ്ങളാണ്. ഖബറിൻ്റെ വയറ്റിൽ എത്രയെത്ര മോഹങ്ങളാണ്. കല്യാണപ്രായം ആയി നിൽക്കുന്ന ഒരു പെൺകുട്ടി, വിവാഹപ്രായം ആയി നിൽക്കുന്ന ഒരു ആൺകുട്ടി മരണപ്പെട്ടു പോയാൽ ആ ആളെ കൊണ്ടുപോയിട്ട് ഖബറടക്കിയിട്ട് അവൻ്റെ മേലേക്ക് മണ്ണ് വാരിയിട്ട് എറിഞ്ഞിട്ട് പോരുമ്പോൾ ആണുങ്ങളെ നമ്മൾ ഓർക്കാറുണ്ടോ? എത്രയെത്ര ആഗ്രഹങ്ങൾക്ക് മീതേക്കാണ് നാം ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞത്. എല്ലാ ആഗ്രഹങ്ങൾക്കും, എല്ലാ അഭിലാഷങ്ങൾക്കും, എല്ലാ സ്വപ്നങ്ങൾക്കും പകരം നാം അവർക്ക് നൽകുന്നത് ഒരു പിടി മണ്ണ് മാത്രം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.